പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസത്തിലെ 6-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 6-ാം ദിവസത്തിലെ വണക്കമാസത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4:8 അവിടുന്ന് പറയുകയാണ് തിരുവചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് ഞാനും ചേർന്ന് നിൽക്കും. വിശുദ്ധ ഔസേപ്പിതാവ് തൻ്റെ കുടുംബത്തെ ദൈവത്തോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് അനുഗ്രഹമായി തിരുക്കുടുംബമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമ്മളെ വിളിച്ചിരിക്കുന്നത് തിരുക്കുടുംബമാകാനാണ്. സ്നേഹിക്കുന്ന, അനുഗ്രഹം പ്രാപിക്കാനുള്ള വലിയൊരു തിരുക്കുടുംബമാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, വിശ്വാസത്തെ നശിച്ചു പോകാതെ കാത്തുകൊള്ളുന്ന, ഒരു ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വാസം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ലേഖനം അതാണ് നമ്മളോട് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് ഞാനും ചേർന്ന് നിൽക്കും. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം, നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങളും നമുക്ക് മേടിക്കാൻ ശ്രമിക്കാം. ദൈവം വിശുദ്ധ ഔസേപ്പിതാവ് വഴി നമുക്ക് വലിയ അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വൻ കൃപ, കുടുംബങ്ങളെ നയിക്കുവാനുള്ള വൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.